പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പോകും, പക്ഷെ തിരിച്ചു വരും. പക്ഷേ CPM പോയാൽ പിന്നെ ഒരു പോക്ക, പിന്നെ അങ്ങ് പോവുക, പിന്നെ തിരിച്ചില്ല. 22 സീറ്റാണ് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി അവർക്ക് കിട്ടിയത്. അതാര് കൊടുത്തതാ? അത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള മുഖമില്ലാത്ത ലക്ഷക്കണക്കിന് അണികൾ സമ്മാനിച്ച്, കൃത്യമായി പറഞ്ഞാൽ വിജയനും പോകണം, ഗോവിന്ദനും പോകണം. ഈ ഒരൊറ്റ താല്പര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് എവിടെയൊക്കെ CPMന് ഭൂരിപക്ഷമുണ്ടോ അവിടെയെല്ലാം UDFനാവാൻ ഭൂരിപക്ഷം. തോൽവിക്കൊരു 90% കാരണക്കാരനാരാന്ന് ചോദിച്ചാൽ പിണറായി വിജയനെന്ന് ആർക്കറിയാൻ പാടില്ലാത്തത്. മാസപ്പടി വന്നു, അതിൻ്റെ പുറകിൽ കരുവന്നൂർ വന്നു, അതിൻ്റെ പുറത്ത് നവീൻ ബാബുവിൻ്റെ CBI അന്വേഷണം വരുന്നു, അതിൻ്റെ പുറത്ത് BP ദിവ്യക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണം വരുന്നു, അതിൻ്റെ പുറത്ത് രക്ഷാപ്രവർത്തനം വരുന്നു, അതിൻ്റെ പുറത്ത് കാഫിർ സ്ക്രീൻഷോട്ട് വരുന്നു. ഇനി രക്ഷപ്പെടണമെങ്കിലുണ്ടല്ലോ വല്ല മഹാത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഇത് രക്ഷപ്പെടുകയുള്ളൂ. ഇവർ മാറിയാൽ ആര്? ഇവർ മാറിയാൽ പിന്നുള്ളത് ചിന്താ ജെറോം, പിന്നുള്ളത് വസീഫ്, പിന്നുള്ളത് റഹീം. ഇതുപോലുള്ള കുറേ ഈ എടുക്കത്തിരക്കുകളാണ് ഇന്ന് താഴെ നമുക്ക് കാണാൻ കഴിയും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. CPM ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള നിരീക്ഷണം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തോൽവി എന്നുള്ളതിനപ്പുറം പാർട്ടിയുടെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന നേതൃത്വമാണ് അതിനെ ഇപ്പോൾ വലിയ രീതിയിൽ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന വിലയിരുത്തലും ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി പാർട്ടിക്കെതിരെ മത്സരിച്ച് MLA-മാരായവർ, അവർ ഇന്ന് പറഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണം നേതൃത്വമാണ്, അത് ഇനിയെങ്കിലും സമ്മതിച്ചുകൂടെ എന്ന്. പരിശോധിക്കാം നമുക്ക് CPMൻ്റെ തകർച്ചയ്ക്ക് കാരണം ആരൊക്കെ. നമ്മോടൊപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ശ്രീ KM ഷാജഹാൻ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. CPMൻ്റെ തകർച്ചയ്ക്ക് കാരണം നേതൃത്വമാണ് എന്ന് വളരെ ശക്തമായ അഭിപ്രായം ഏറെ ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. 35 സീറ്റ് എന്നുള്ളതല്ല ഇവിടെ വിഷയം, പാർട്ടിയുടെ തകർച്ചയാണ് എന്നുള്ളതാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത് നേതൃത്വത്തിന് യാതൊരു കുഴപ്പവുമില്ല, നേതാക്കൾക്കൊരു കുഴപ്പവും വീഴ്ചയും സംഭവിച്ചിട്ടില്ല. കണ്ണൂരിലെ സംഭവം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ജില്ലാ കമ്മിറ്റിയാണ് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വിലയിരുത്തൽ ആണ് ഇപ്പോഴും, അതായത് തെറ്റ് ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. ഈ പോക്ക് പോയാൽ എങ്ങോട്ടാണ് ഇവരുടേത് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അല്ലേ? അല്ല, ഈ പോക്ക് പോയാൽ നമുക്ക് തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പോക്ക് പോയാൽ അതൊരു ഒരുപോക്കായിരിക്കും എന്നാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പശ്ചിമ ബംഗാളിൽ 35 വർഷം തുടർച്ചയായി ഭരിച്ചത്. ഇവിടെ 2 പ്രാവശ്യം തുടർച്ചയായി ഭരിച്ചുള്ളൂ. അവിടെ 4-5 പ്രാവശ്യം തുടർച്ചയായി ഭരിച്ചു. അവിടുത്തെ 292 അംഗ നിയമസഭയിൽ 200-ലധികം അംഗങ്ങളുമായി 2-3 തവണ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് CPM. കറക്റ്റ്. മിക്കവാറും ഒരു 2-5 പ്രാവശ്യം അധികാരത്തിൽ വന്നതിൽ ഒരു 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ 50%-ലധികം വോട്ട് ഷെയറും ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള നയങ്ങൾ ആവിഷ്കരിച്ച ഒരു സംസ്ഥാനം കൂടെയാണ്. ഭൂപരിഷ്കരണം, വികേന്ദ്രീകരണം. ആ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ, എനിക്ക് തോന്നുന്നു ഇത്തവണ 2 MLA-മാരോ മറ്റോ ആണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. അതങ്ങ് പോയി, പിന്നെ വന്നിട്ടില്ല. ത്രിപുരയിലും ഇതുപോലെ തന്നെ 4-5 പ്രാവശ്യം ഭരിച്ചു, പോയി വന്നിട്ടില്ല. ഈ പോയി വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വടക്കേന്ത്യയിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ട്, പക്ഷേ കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട്. മധ്യപ്രദേശിൽ പോയി, മധ്യപ്രദേശിൽ തിരിച്ചു വന്നു. രാജസ്ഥാനിൽ പോയി, രാജസ്ഥാനിൽ തിരിച്ചു വന്നു. കർണാടകത്തിൽ പോയി, കർണാടകത്തിൽ തിരിച്ചു വന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പോകും, പക്ഷെ തിരിച്ചു വരും. പക്ഷേ CPM പോയാൽ പിന്നെ ഒരു പോക്ക, പിന്നെ അങ്ങ് പോവുക, പിന്നെ തിരിച്ചില്ല. ഇതാണ് അവിടുത്തെ അനുഭവം. അതിന് സമാനമായ ഒരു അനുഭവത്തിലേക്കാണ് കേരളത്തിലെ പാർട്ടി പോകുന്നത് എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ തകർച്ച തുടങ്ങിയത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല. യഥാർത്ഥത്തിൽ 2019 മുതൽ ഈ തകർച്ച തുടങ്ങി എന്ന് വേണം നമുക്ക് പറയാം. അതിൽ 2021 ഇടയ്ക്കൊന്ന് ജയിച്ചു എന്നുള്ളത് ഒരു സത്യമായിരിക്കാം.
പക്ഷേ 2019 അടപടലം പൊളിഞ്ഞു. 2021 പ്രത്യേകിച്ച് കോവിഡും കിറ്റും പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ട് നിന്നു. പക്ഷേ 2024 അടപടലം പിന്നെയും പൊളിഞ്ഞു, 2 സീറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങി. 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അടപടലം പൊളിഞ്ഞു, 2026 പൊളിഞ്ഞു. അപ്പം ഇതിൻ്റെ തകർച്ച ഇപ്പോൾ ഉണ്ടായതല്ല, ഇതൊരു 3-4 വർഷമായിട്ട് ഇത് തകർന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിസമാപ്തി ഇപ്പോൾ ഉണ്ടായി എന്നേ ഉള്ളൂ. അതെ അതെ. ഇപ്പോഴത്തെ അവസ്ഥ നമ്മളൊന്ന് എടുത്ത് വിശകലനം ചെയ്ത് നോക്കൂ. ഈ ഒരു അവസ്ഥയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോൾ CPM ആശയ സംഘടനകൾ ഉണ്ടാകുക, വിഭാഗീയത ഉണ്ടാവുക, ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങളുണ്ടാകുക, ഇതൊന്നും ആദ്യമല്ല. 80കളിലാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ചേരിതിരിവ് ഈ പാർട്ടിയിലുണ്ടാകുന്നത്. അത് വികസനം, പരിസ്ഥിതി, അതായത് വികസനത്തിന് പ്രാധാന്യം കൊടുക്കണോ പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കണോ, വികസനം കൂടി അന്തർലീനമാകുന്ന പരിസ്ഥിതി വികസനമല്ലേ വേണ്ടതെന്നും പറഞ്ഞിട്ട് 80കളിൽ ഒരു വലിയ വിഭാഗീയത ഇതിനകത്തുണ്ട്. അതിലൊരു വശത്ത് MM ലോറൻസ്, KN രവീന്ദ്രനാഥ് പോലെയുള്ളവർ CATU പക്ഷം എന്ന് പറഞ്ഞ അപ്പുറത്ത് നിന്നപ്പോൾ VSഉം VSൻ്റെ കൂടെ ഉള്ളവരും ഇപ്പുറത്ത് നിന്നു. അതായത് അന്ന് വ്യക്തി അധിഷ്ഠിതമായിരുന്നില്ല, അന്ന് ആശയത്തിൻ്റെതായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി 2 ഭാഗത്തും തലമുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. അതാണ്. ഇനി അതിനുശേഷം വന്ന VS പിണറായി നോക്കൂ. VS ശരിക്കു വേണ്ടിയും പിണറായി തെറ്റിനു വേണ്ടിയും. അപ്പോഴും ഒരു വശത്ത് VSഉം ഒരു വശത്ത് പിണറായി ഉണ്ടായിരുന്നു. അപ്പോൾ CPMനകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ആശയ സംഘർഷങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളിലും ധ്രുവീകരണങ്ങളിലും 2 ഭാഗത്തും നേതാക്കളുണ്ടായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ആശയ സംഘടനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് നേതാക്കളില്ല, ഒരു വശത്ത് അണികൾ മാത്രം, മറുവശത്ത് ഈ ജനവിരുദ്ധമായിട്ടുള്ള കോട്ടറിയായിട്ടുള്ള കുറേ നേതാക്കന്മാർ. മനസ്സിലായി? ഇതൊരു വലിയ മാറ്റമാണെന്ന് നമ്മൾ കാണണം. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 2013 2014 മറ്റാണ് VS രംഗം വിട്ടത്. VS രംഗം വിട്ടതിന് ശേഷം പിന്നെ ഒരു പിണറായി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വലിയ ഘട്ടമാണ് നമ്മളൊരു കഴിഞ്ഞ 13 വർഷമായിട്ട് കാണുന്നത്. പിണറായി വിജയൻ്റെ അപ്രമാദിത്വം, ഏകഛത്രാധിപത്യം, ഇതാണ് കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് നമ്മൾ കാണുന്നത്. മനസ്സിലായി? വേണമെങ്കിൽ നമുക്കതിനെ ഒരു ആദ്യത്തെ 16 വർഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം തന്നെ ആയിരുന്നെങ്കിൽ അവിടെ ഒരു ശക്തമായൊരു എതിരാളി ഉണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ എന്ന എതിരാളിണ്ടായിരുന്നു. 2013 അതങ്ങ് പോയി. മനസ്സിലായി? 2015 വരെ ഉണ്ടായിരുന്നു ഏതാണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് അസ്തമിച്ചു. ആ 10 വർഷക്കാലം അണികൾ ഇതെല്ലാം അനുഭവിച്ച് വിങ്ങി 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 കനൽ പോലെ അണികൾ ഇങ്ങനെ കിടന്നു. മനസ്സിലായോ? അതിനുശേഷം പിന്നൊരു വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അതാണ് നമ്മൾ ആദ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണുന്നത്. അതെ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആരും വിചാരിച്ചില്ല UDFന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFന് മുന്നേറ്റം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ അണികളുടെ ഉയർത്തെഴുന്നേൽപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആരംഭിച്ചു. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF ഒരു പ്രവർത്തനവും നടത്തിയില്ല. UDF ഒരു കാരണവശാലും മുന്നിൽ വരുമെന്ന് ആരും വിചാരിച്ചില്ല. വന്നാൽ തന്നെ അവിടെ ഇവിടെയൊക്കെ മുന്നിൽ. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? കോർപ്പറേഷനിലും ജില്ലയിലും ബ്ലോക്കിലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലായിടത്തും സമഗ്രമായൊരു വിജയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFനുണ്ടായി. UDF പോലും പ്രതീക്ഷിക്കാത്ത വിജയം. ആ വിജയത്തോടു കൂടിയാണ് അണികൾ നെഞ്ചി വിരിച്ച് നിൽക്കാൻ തുടങ്ങിയത് CPMൻ്റെ. മനസ്സിലായോ? ആ വിജയത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയി. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ഒരു 70-75 സീറ്റ് കിട്ടും. കാരണം 2 മതങ്ങൾ ഒറ്റക്കെട്ടായി LDFനെതിരെ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അപ്പോൾ അതിൻ്റെ ഭാഗം ഒരു 75-80 സീറ്റ് കിട്ടും നമ്മൾ വിചാരിച്ചു. പക്ഷേ എത്രയാണ് കിട്ടിയത്? 102 സീറ്റ് എന്ന് പറഞ്ഞാൽ 22 സീറ്റാണ് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി അവർക്ക് കിട്ടിയത്. അതാര് കൊടുത്തതാ? അത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള മുഖമില്ലാത്ത ലക്ഷക്കണക്കിന് അണികൾ സമ്മാനിച്ച്. സത്യം പറഞ്ഞാൽ UDFന് ഒരു അവകാശവുമില്ല ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്മേൽ. അവരൊന്നും ചെയ്തിട്ടില്ല. അവർ കഴിഞ്ഞ 5 വർഷം എന്ത് പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്? കഴിഞ്ഞ 5 വർഷം ഒരു പ്രതിപക്ഷ പ്രവർത്തനം ആരും നടത്തിയിട്ടില്ല. CPMൻ്റെ അണികൾ കൊടുത്തതാണിത്. ഇനി ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളൊന്ന് പോയേ. കണ്ണൂരിലെ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം 10-15 തെരഞ്ഞെടുപ്പിൽ CPM ജയിക്കുന്നു. അവിടെ പാലക്കാട് നിന്ന് പോയൊരു മുൻ BJPക്കാരൻ, ഒരു സന്ദീപ് വാര്യർ, ഒന്നും അയാളുടെ ഇല്ല. അവിടെ പാർട്ടി കമ്മിറ്റിയില്ല, അവിടെ ഇന്നുമില്ല, ഒരു പ്രവർത്തനം ഒന്നുമില്ല, ജയിച്ചു കയറി. കറക്റ്റ്. പയ്യന്നൂർ നിങ്ങൾ എടുക്കൂ,
15 തെരഞ്ഞെടുപ്പായിട്ട് അവിടെ ഈ എൽ ഡി എഫ് ജയിക്കുന്നത്. LDF-ന്റെ പരാജയം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സ്ഥലം. 2021 1.25 ലക്ഷം വോട്ടാണ് ആ മണ്ഡലത്തിൽ മൊത്തത്തിലുണ്ടായത്. 92,000 വോട്ടും CPM കിട്ടിയത്. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അവിടെ ഒരു നരുന്ത് മനുഷ്യൻ ഒരു കതർ ഷർട്ടും ഒക്കെ ഇട്ട് ഒരു സാധു മനുഷ്യൻ വോട്ട് പിടിക്കാൻ പോലും അയാളുടെ കൂടെ ആരുമില്ല. മനസ്സിലായില്ലേ? അയാൾ അവിടെ 7,000 വോട്ട് ജയിക്കും. അല്ല, അദ്ദേഹം തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസവും പറഞ്ഞത്, രാവിലെ പറഞ്ഞത്, അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല മത്സരിച്ചത്, ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ, ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് മത്സരിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതങ്ങനെ. മട്ടന്നൂരിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 60,000 വോട്ടിൽ കൂടുതൽ ജയിച്ചിട്ട് ഇത്തവണ 10,000 വോട്ട്. ധർമ്മടത്ത് പോലും 6 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും. അതെ. തളിപ്പറമ്പിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ രാജിവെച്ച് വന്ന് മത്സരിക്കുകയാണ്. അതെ, അവിടെ അയാൾ ജയിക്കും. തളിപ്പറമ്പ് പക്ഷേ വളരെ വലിയ ചർച്ചയായ സ്ഥലമാണ്. അല്ല, ആണെങ്കിൽ പോലും ഇനി കണ്ണൂരിൽ നമ്മൾ മറ്റ് ജില്ലകളിലേക്ക് നമ്മളൊന്ന് നോക്കൂ. ഇപ്പോൾ കോഴിക്കോടത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള CPM കോട്ടയാണ് പേരാമ്പ്ര. 42 വർഷമായിട്ട് അവിടെ CPM ജയിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അഴിമതി വിരുദ്ധനായിട്ടുള്ളൊരു CPM നേതാവ്. അയാളെ ഫാത്തിമ തെഹ്ലിയ എന്ന് പറഞ്ഞൊരു കൊച്ചു നരുന്ന് പെങ്കൊച്ച് തോപ്പിക്കുന്നു. മലപ്പുറത്ത് മുഴുവൻ സീറ്റിലും LDF തോക്കുമ്പോഴും LDF ജയിക്കുന്ന ഒരു സീറ്റുണ്ട് മലപ്പുറത്ത്. അതിൻ്റെ പേരാണ് പൊന്നാനി. അവിടെ ഇമ്പിച്ചിവാവ മുതലുള്ള കാലം മുതൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അവിടെ CPM ജയിച്ചിട്ടുണ്ട്. അവിടെ തോറ്റു. ഇനി ഇടുക്കി ജില്ലയിലേക്ക് നിങ്ങൾ വന്ന് നോക്കൂ. ഉടുമ്പൻചോലയിൽ 40,000-ൽ പരം വോട്ടിന് MM മണി ജയിച്ച സ്ഥലം. അവിടെ UDF-ന്റെ സേനാപതി വേണു ജയിച്ചു. കറക്റ്റ്. ഇനി നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരൂ. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വാമനപുരം പതിറ്റാണ്ടുകളായി CPM ജയിക്കുന്നത് ഒരു പാലോട് ഒരു പയ്യൻ ഒരു പാലോട് ഷാ എന്നോ അതെ അല്ലേ, സുധീർ ഷാ പാലോട് ജയിക്കുന്നു. ഇനി നിങ്ങൾ മൊത്തം ജില്ലയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ജില്ലകളിലാണ് CPM ഇല്ലാത്തത്, ഇടതുപക്ഷം ഇല്ലാത്തത്? കാസർഗോഡില്ല, വയനാടില്ല, എറണാകുളത്തില്ല, കോട്ടയത്തില്ല, ഇടുക്കിയിലില്ല. ചുരുങ്ങിയത് 5 ജില്ലകളിലെങ്കിലും LDF ഇല്ല. തൂത്തുവാരി മലപ്പുറത്ത് എന്ത് സാഹചര്യങ്ങളിലും ഒരു 3-4 സീറ്റ് ജയിക്കുന്നത്, ഒരു ഒറ്റ സീറ്റിൽ മലപ്പുറത്ത് ജയിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ആര് കൊടുത്ത വിജയമാണ്? ഇതെല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ലക്ഷക്കണക്കിന് അണികൾ ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിനോടുള്ള അടങ്ങാത്ത പകയും രോഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത വിജയമാണ്. അല്ലാതെ UDF-കാരനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നും ജയിപ്പിച്ചതൊന്നുമല്ല. UDF എന്ന് കഴിഞ്ഞാൽ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകുമെന്നോ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ അഴിമതി അന്വേഷിക്കുമെന്ന് വിചാരിച്ചു കൊടുത്തൊന്നുമല്ല. ഈ സർക്കാർ പോകണം, വിജയൻ പോകണം, ഗോവിന്ദൻ പോകണം. കൃത്യമായി പറഞ്ഞാൽ വിജയനും പോകണം, ഗോവിന്ദനും പോകണം. ഈ ഒരൊറ്റ താല്പര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് എവിടെയൊക്കെ CPM-ന് ഭൂരിപക്ഷമുണ്ടോ അവിടെയെല്ലാം UDF-നാവാൻ ഭൂരിപക്ഷം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കൊടുത്തൊരു വിജയമാണിത്. അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് തോൽക്കുന്നു. ആ തോൽവി എന്ന് പറഞ്ഞാൽ എമ്മാതിരി തോൽവിയാണ്. 2001-ലാണ് ഇതിനു മുമ്പ് ഒരു തോൽവിയുണ്ട്. അന്ന് 47 പേരുണ്ടായിരുന്നു. ഇന്ന് 29 പേരേ ഉള്ളൂ. 29 എന്ന് പറഞ്ഞാൽ 64-ൽ നിന്നാണ് 29-ലേക്ക് താഴുന്നത്. മനസ്സിലായി? ശരിക്കും 102 എന്ന് പറഞ്ഞാൽ ഒരു 115-116 സീറ്റിൽ വരെ ജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. കാരണം ഒരു 10-15 സീറ്റിലൊക്കെ 1000-നും ജില്ലാനത്തിനൊക്കെയാണ്. ഇപ്പോൾ ബാലഗോപാൽ 1000 ജില്ലാനം. മനസ്സിലായി? അതേസമയം UDF-ന്റെ ഭൂരിപക്ഷം നിങ്ങൾ നോക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിക്കായിരുന്നു, കുഞ്ഞാലിക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടി, അവിടെ ഭൂരിപക്ഷം എത്ര അറിയാമോ? 85,000 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.1 ലക്ഷം വോട്ടാണ് ഒരു നിയമസഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. കേരളത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇത്. മലപ്പുറത്ത് ഒരൊറ്റ സീറ്റ് പോലും CPM-നില്ല. അപ്പോൾ ആ നിലയിലുള്ള ഒരു തുടച്ചങ്ങ് കളയുകയായിരുന്നു ഈ അണികൾ. ആ തുടച്ച് കളഞ്ഞത് വിജയനോടും ഗോവിന്ദനോടുമുള്ള പക മെയിൻ. അപ്പോൾ അത് കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്തോളാൻ പറഞ്ഞു. ഒരു നിയന്ത്രണവും ഇല്ലാത്ത ചർച്ച ചെയ്തോളാൻ പറഞ്ഞു. ആ ചർച്ചയിൽ ഉയർന്നു വന്ന വിമർശനം എത്ര കഠിനമായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നായെപ്പോലെ കുരച്ച് ചാടുകയാണ് ഗോവിന്ദൻ എന്ന് വരെയാണ് പറഞ്ഞത്. അങ്ങനെ അവരെ കൊണ്ട് നിയന്ത്രണമില്ലാതെ ചർച്ച ചെയ്തോളാൻ പറഞ്ഞു. ആ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയനായിട്ടുള്ള ഒരാളെ തന്നെ ആ ചർച്ച കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കുന്നു.
തോൽവിക്കൊരു 90% കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ എന്ന് ആർക്കറിയാൻ പാടില്ലാത്തത്. അപ്പം ജനങ്ങൾ തിരസ്കരിച്ച, പാർട്ടി തിരസ്കരിച്ച, പാർട്ടി അണികൾ റദ്ദാക്കിയ ഒരു മനുഷ്യനെ നിങ്ങൾ പാർട്ടി റദ്ദാക്കി എന്നുള്ള ചർച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അയാളെ പിടിച്ച് പാർട്ടി പിന്നെ പ്രതിപക്ഷ നേതാവാക്കുന്നു. ഇനി നിങ്ങൾ ഈ അയാളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ 14 വർഷം പാർട്ടി സെക്രട്ടറി, 10 വർഷം മുഖ്യമന്ത്രി, ഇപ്പോൾ 82 വയസ്സ്, രോഗാതുരൻ. അയാൾക്ക് അനങ്ങി നടക്കാൻ പോലും വയ്യ അയാൾക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇരുന്ന സേനാപതി വേണു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഉടുമ്പൻചോല MLA എൻ്റെ കൂടെ ഒരു ചർച്ചയിൽ വന്നു. അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ അയാളെ കൊണ്ട് വയ്യ, നോക്കിയാണ് അയാൾ വായിക്കുന്നത്. അപ്പം ഏറ്റവും മിനിമം അയാളെ ഒന്നും മാറ്റി വേറെ ആരെയെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവാക്കിയിരുന്നെങ്കിൽ ഒരു ചെറിയ സമാധാനമെങ്കിലും അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ അയാളെ പ്രതിപക്ഷ നേതാവാക്കുന്നു. എന്നിട്ട് ഈ ചർച്ച മുഴുവൻ ക്രോഡീകരിച്ച് അത് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ അധമ നേതൃത്വം, ഈ അധാർമികമായിട്ട് നേതൃത്വം ചെയ്യുന്നത് എന്താണ്? ആ ചർച്ചയുടെ മുഴുവൻ അന്തസ്സത്തെ എടുത്ത് മാറ്റിക്കൊണ്ട് അവരവരുടെ ന്യായീകരണങ്ങളുമായി വരുന്നു. അതെ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നേതൃത്വത്തിനെ ഈ കേരളത്തിലെ CPM അണികൾ വെച്ച് പൊറുപ്പിക്കില്ല. അതെ, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംശയവുമില്ല. ഈ 60-ന് മുകളിൽ സീറ്റിൽ നിന്നും 26-ലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ വീഴ്ച വല്ലാത്തൊരു വീഴ്ചയാണ്. ആ വീഴ്ചയിൽ പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്, കോൺഗ്രസ് ഒരു 8-10 മണ്ഡലങ്ങളിൽ കൂടി കുറേ കൂടി സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നിർത്തിയിരുന്നെങ്കിൽ ആ സീറ്റിൻ്റെ എണ്ണം കൂടി അവർക്ക് കയറിയേനെ. അത്തരത്തിലുള്ള കുറേയേറെ സൗജന്യം കൂടി അവർക്ക് UDF ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞ ധർമ്മടത്ത് നിന്ന് ആ പയ്യനുണ്ട്, അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ പയ്യൻ. ആ പയ്യനൊരു പിന്തുണ ഈ നേതാക്കന്മാർ കൊടുത്തിരുന്നെങ്കിൽ അവിടെ ഇയാൾ ചിലപ്പോൾ തോറ്റുപോയനെ. അതുപോലെ തന്നെ പോലെ എത്രയോ പേര് 1000 ചില്ലാൻ വോട്ടിന് കട്ടിച്ച് ജയിച്ചു വന്നിരിക്കുന്നു. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ ആർക്കും കഴിയുന്നില്ല. കാരണം പാർട്ടി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ശ്രീ പിണറായി വിജയൻ്റെ കൈക്കുള്ളിൽ ആയിട്ട് 1/4 നൂറ്റാണ്ടായി. അദ്ദേഹത്തിൻ്റെ തീരുമാനം, അദ്ദേഹത്തിൻ്റെ വർത്തമാനം, അതിനനുസരിച്ച് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതിൽ വലിയ മാറ്റം വന്നു എന്ന് നമ്മൾ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാർട്ടി അണികൾ ഈ പാർട്ടിയെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക്, ഇപ്പോൾ പി കുഞ്ഞിക്കൃഷ്ണൻ്റെ പുസ്തകം അണികൾ നേതൃത്വത്തെ തിരുത്തണം, ആ തിരുത്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി എപ്പോഴും ആവേശം കൊണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തെറ്റ് തിരുത്തൽ. അതെ, തെറ്റ് തിരുത്തൽ ഒരു ജീവിത വ്രതമാക്കിയ ഞങ്ങളെപ്പോലെ വേറെ ഏത് പാർട്ടി ഇന്ത്യയിലുണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. കോൺഗ്രസ് ഉണ്ടോ, അല്ലെ BJP ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ആ പാർട്ടിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. ആ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ PC ജോഷി പാർട്ടി ഉണ്ടാക്കിയവനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അയാൾക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. SA ഡാങ്കയ്ക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. 964 പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് BT രണദിവിക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. EMSനെതിരെ നടപടി വന്നിട്ടുണ്ട്. നായനാർക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. VS അച്യുതാനന്ദൻ 2010 പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പിന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ലേക്ക്. അതുപോലെയുള്ള വമ്പൻ തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. സ്വാഭാവികമായും ഈ ഗോവിന്ദനും ഈ വിജയനുമായിരുന്നു ഏറ്റവും വലിയ തെറ്റ് എന്ന് അണികൾ പറയുമ്പോൾ അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. വേറെ ഒരു പരിഹാരം ഇതിനകത്തില്ല, ഒറ്റ പരിഹാരമേ ഉള്ളൂ, അവരെ കൊണ്ട് മാറിയേക്കുക. അതല്ലാതെ ഇതിനൊരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കും. ഇപ്പം ബംഗാളിൽ മമതാ ബാനർജിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പ്രതിസന്ധി വന്നു ആണല്ലോ. മമതാ ബാനർജി എന്താ ചെയ്തത്? അവിടുത്തെ പാർട്ടി കമ്മിറ്റി മുഴുവൻ പിരിച്ചു വിട്ടു. ഇവിടെ ഇത്രയും വലിയൊരു തെറ്റ് പറ്റുമ്പോൾ ഞങ്ങളിതാ സംസ്ഥാന സെക്രട്ടറി മാറുന്നു, ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് മാറുന്നു, ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റെങ്കിലും പിരിച്ചു വിടുന്നു. സംസ്ഥാന കമ്മിറ്റി പിരിച്ചു വിടണ്ട, സെക്രട്ടേറിയറ്റെങ്കിലും പിരിച്ചു വിടുന്നു, ഞങ്ങൾ ഈ രണ്ടുപേരും മാറുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു 70% മാറ്റം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അണികൾ എന്താണോ ചർച്ച ചെയ്തത് അത് പൂർണ്ണമായി റദ്ദാക്കുകയാണ് ഈ അധമ നേതൃത്വം. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ പാർട്ടിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്ര അത്യസാധാരണമായിട്ടുള്ള ഒരു പ്രവർത്തക വിപ്ലവത്തിന് ഈ പാർട്ടി സാക്ഷ്യം വഹിക്കാൻ പോവുക. യാതൊരു സംശയവും വേണ്ട. അതായത് വിജയനും ഗോവിന്ദനും ഈ പാർട്ടിയിൽ ആ സ്ഥാനങ്ങളിൽ തുടരാൻ പറ്റില്ല.
അവർ തുടർന്നൊരു സി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അടപടലം താഴോട്ട് പോകും. പക്ഷേ അവരെ തുടരാൻ ഈ പാർട്ടിയിലെ അണികൾ അനുവദിക്കില്ല. കാരണം അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ നടത്തുന്ന ആ ഒരു വിപ്ലവത്തിൻ്റെ തീവ്രത, അതിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ് എന്താണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഈ തിരുത്തിയ പാർട്ടി കമ്മിറ്റിയുടെ റിപ്പോർട്ട് താഴെത്തട്ടിലേക്ക് ചർച്ചയ്ക്ക് പോവുക. ആ ചർച്ച ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ആ ചർച്ച ചെല്ലുമ്പോൾ എടുത്തിട്ട് അലക്കും താഴോട്ട്. സ്വാഭാവികമായും ആ ചർച്ചയും കൂടെ കഴിഞ്ഞ് ഇവന്മാർ വിപുലീകൃതമായിട്ടുള്ള പാർട്ടി കമ്മിറ്റി എന്ന് പറഞ്ഞ് വരുമ്പോൾ അതിനകത്ത് ഒരാൾക്കും തുടരാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. അതായത് ഒരു വിപ്ലവത്തിന്, ഒരു പ്രതിരോധത്തിന്, ഒരു പ്രതിഷേധത്തിന് ഒരു നേതാവ് വേണം എന്നുള്ളത് മാറിയിരിക്കുന്നു. നേതാവ് വേണ്ട, അണികൾ മതി. ആ അണികൾ 2 തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചു കൊടുത്തു. അവരെ അടിച്ചമർത്താം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് പാർട്ടി ഇനിയിപ്പോൾ നാളെ ഉണ്ടാവുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പാർട്ടി ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അത്യസാധാരണമായിട്ടുള്ള ഒരു അണികളുടെ ഒരു 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 വലിയൊരു വിപ്ലവമാണ്. അത് CPM-നകത്ത് നമ്മൾ ഇതുവരെ കാണാത്തതാണ്. അതിൽ ഈ നേതാക്കന്മാരും ഈ കമ്മിറ്റികളും എല്ലാം എന്നുവെച്ചാൽ ആർത്തലച്ച് വരുന്നൊരു ഒരു ഒരു സുനാമിയാണ്. അതിനകത്ത് ഈ വിജയനും ഗോവിന്ദനും ഈ പറഞ്ഞവന്മാരെല്ലാം ഈ സംസ്ഥാന സെക്രട്ടറികൾ ഉൾപ്പെടെ ഒലിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു വിധത്തിലുള്ള സംശയവും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതിൽ എനിക്കില്ല. ഈ പാർട്ടി കമ്മിറ്റികളിൽ നടക്കുന്ന ചർച്ചകൾ അത് സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു, വളരെ ശക്തമായ വിമർശനം ഉയരുന്നു. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ട് ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരാണ് തടിച്ചുകൂടിയത് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോൾ. അപ്പോൾ പിണറായി വിജയനൊപ്പം നിൽക്കുന്നവരുമുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആ റെയ്ഡിനൊക്കെ എത്തിയപ്പോഴത്തേക്ക് ആകെ വന്നത് എത്ര, ഒരു 250-300 ആൾ വന്നു അവിടെ. അതിൽ തന്നെ പകുതി ഗുണ്ടകളായിരുന്നു. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്നറിയോ, കേരളത്തിലെ CPM-ൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ളൊരു നേതാവിൻ്റെ വീട്ടിലേക്കാണ് അന്ന് റെയ്ഡ് നടന്നത്. അന്ന് ഈ 250-300 പേര് അവിടെ കൂടിയാൽ മാത്രം മതിയായിരുന്നു. കേരളം ഒട്ടാകെ പിന്നെ പ്രതിഷേധം നടക്കട്ടെ. കാരണം CPM-ൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. ഇനി അന്നേ ദിവസം കണ്ണൂർ എന്താ സംഭവിച്ചത്? പാണ്ഡ്യാലമുക്കിലുള്ള ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടന്നു. കണ്ണൂർ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ചുവപ്പ് കോട്ട. ആ ചുവപ്പ് കോട്ടയിൽ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. എന്തവിടെ സംഭവിച്ചു? അവിടെ എന്തെങ്കിലും പന്തക്കുളുത്തി പ്രകടനം നടന്നോ? അവിടെ പ്രതിഷേധം നടന്നോ? അവിടെ സംഘർഷം നടന്നോ? അവിടെ എന്തെങ്കിലും ഒരു ലാത്തിച്ചാർജ് നടന്നോ? അവിടെ എത്ര യോഗങ്ങൾ നടന്നു? കണ്ണൂർ ഒരു പ്രതിഷേധം പോലും നടന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണമെന്നറിയാം, ഇവരുടെ എല്ലാം പിടി പോയി. ഈ വിഷയത്തിൽ തന്നെ അവരിപ്പം എടുത്തിരിക്കുന്ന നിലപാടെന്താ? അത് മകളുടെ കാര്യം നോക്കിക്കോട്ടെ എന്നല്ലേ പറഞ്ഞത്. ഈ പറഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം വന്നപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മകൾക്ക് വേണ്ടി എത്ര പാർട്ടി സംസ്ഥാന സെക്രട്ടറിൻ്റെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അതെ, ഇപ്പോൾ മകളെക്കുറിച്ച് എന്താ പറഞ്ഞത്? അത് AMC കരാറാണ്, അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അതിന് GST കൊടുത്തിട്ടുണ്ട്, അവർക്ക് കച്ചവടം നടത്തുന്നതിന് എന്താണ് പ്രശ്നം, അവർ മുഖ്യമന്ത്രിയുടെ മകളായി പോയില്ല എന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ MA ബേബി മുതൽ ആര്യ രാജേന്ദ്രൻ വരെ ഉള്ളവർ പ്രസ്താവന ഇറക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഇറക്കിയവരെല്ലാവരും ഇപ്പോൾ എന്താ പറയുക? അത് മുഴുവൻ തൊണ്ട തുറന്നങ്ങ് ഛർദിലങ്ങ് വിഴുങ്ങിയിട്ട് അവരിപ്പോൾ പറയുകയാണ് മകളുടെ കാര്യം മകൾ നോക്കിക്കൊള്ളുന്നു. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഈ വന്ധ്യവയോധികനായിട്ടുള്ള ഈ വൃദ്ധൻ്റെ പിടി കംപ്ലീറ്റ് പോവുകയാണ്. ഞാൻ വേറൊരിടത്ത് പറഞ്ഞ പോലെ ഇയാളെ ഡംപ് ചെയ്യാതെ, ഇയാളെ എവിടെയെങ്കിലും കൊണ്ട് ഒരു 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 കൊട്ടയ്ക്കകത്ത് സ്ഥാപിക്കാതെ ഇതിന് ഒരു 1/2 ഇഞ്ച് പോലും ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ഇപ്പം തന്നെ നമ്മൾ നോക്കിയേ EDയുടെ അന്വേഷണം, അതിപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ അച്ഛനിലേക്ക് പോകാൻ പോവുക എന്നാണ് എനിക്ക് വിവരം കിട്ടുന്നത്. കരിവന്നൂർ കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. അതെ, അതിൽ 68 പാർട്ടി CPM ആണ് അതിനകത്ത് 68ാമത്തെ പ്രതി. CPM അതെ വിചാരണ തുടങ്ങാൻ പോവാണ്. CPM-നെതിരായിട്ടുള്ള കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദനാണ് അകത്ത് പോകാൻ പോകുന്നത്. തൃശ്ശൂരിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന K. രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ MP അയാൾ പ്രതി. പിന്നെ മറ്റൊരു ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM വർഗീസ് പ്രതി. കുന്നംകുളത്തു നിന്നുള്ള MLA AC മൊയ്തീൻ പ്രതി. അപ്പം മാസപ്പടി വന്നു, അതിൻ്റെ പുറകിൽ കരുവന്നൂർ വന്നു. അതിൻ്റെ പുറത്ത് നവീൻ ബാബുവിൻ്റെ CBI അന്വേഷണം വരുന്നു. അതിൻ്റെ പുറത്ത് BP ദിവ്യക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണം വരുന്നു. അതിൻ്റെ പുറത്ത് രക്ഷാപ്രവർത്തനം വരുന്നു. അതിൻ്റെ പുറത്ത് കാഫിർ സ്ക്രീൻഷോട്ട് വരുന്നു. ഇനി രക്ഷപ്പെടണമെങ്കിലുണ്ടല്ലോ വല്ല മഹാത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഇത് രക്ഷപ്പെടുകയുള്ളൂ. ഇത് ഈ ബലൂൺ പൊട്ടുന്നത് പോലെ ഇതൊരു ഒറ്റ പൊട്ടാനുള്ള സാധ്യത വളരെ വലുതാണ്. എന്ന് മാത്രമല്ല, ഞാൻ ഒരു ഘട്ടം കൂടി കടന്നു കാണുന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇത് പൊട്ടിയാൽ പുതിയതൊന്നുണ്ടാവാനുള്ളതിൻ്റെ ചില നാമ്പുകളും ഇപ്പോൾ കാണുന്നുണ്ടെന്ന് നമ്മൾ കാണണം. അതാണ് ലിയോ ആദ്യം സൂചിപ്പിച്ച വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും. അതെ, വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും പിന്നെ എന്താണ് ഇയാൾ ജി സുധാകരനും 3 പേരിപ്പോൾ ഇവിടെ ഉണ്ട്. അതെ. അപ്പോൾ ഈ പാർട്ടിക്കകത്ത് കലഹിക്കുന്നവർക്ക് ദർ ഈസ് സംബഡി ടു ലുക്ക് അപ്പോൺ എന്ന് പറഞ്ഞ പോലെ ഒരു 3 ആളുകൾ അപ്പുറത്ത് നിൽപ്പുണ്ട്. ഒരുപക്ഷെ അവരുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സംവിധാനത്തിലേക്ക് ഇത് മാറില്ല, നമുക്കെന്ത് പറയാൻ പറ്റും. കാരണം എന്താണെന്നറിയോ, അവർ 3 പേര് മാത്രമല്ല, കെ കെ രമയുണ്ട്, മനസ്സിലായില്ലേ. പിന്നെ ഇടതുപക്ഷ സ്വഭാവമുള്ള 2 പാർട്ടികൾ UDF-ലുണ്ട്, RSP ഉണ്ട്, അവർക്ക് 4 പേരുണ്ട്, CMB ഉണ്ട്, ഒന്ന്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു 8-9-10 പേരാവും. ഒരു പക്ഷേ അത് നാളെ കേരളത്തിലൊരു പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപാന്തരപ്പെടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും. ഇപ്പോഴത്തെ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, അതിൻ്റെ സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഈ പറഞ്ഞു വന്നതിനർത്ഥം ഈ 2 പേരും ഇപ്പോൾ ബാധ്യതയാണ്. അല്ല, 2 പേര് ബാധ്യത മാത്രമാണ്. ഈ 2 പേരെയും വെച്ചുകൊണ്ട് ഇനി 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഈ 2 പേരെന്ന് മാത്രമല്ല, ഇവർ നേതൃത്വം നൽകുന്ന സെക്രട്ടേറിയറ്റ് വെച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇതിനകത്തുള്ള വലിയ പ്രശ്നം എന്നറിയോ ലിയോ, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ മാറിയാൽ ആര്? ഇവർ മാറിയാൽ പിന്നുള്ളത് ചിന്താ ജെറോം, പിന്നുള്ളത് വസീഫ്, പിന്നുള്ളത് റഹീം. ഇതുപോലുള്ള കുറേ ഈ എടുക്കത്തിരക്കുകളാണ് ഇന്ന് താഴെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായി. പണ്ട് ഇതിനകത്തുണ്ടായിരുന്നവരെന്ന് പറഞ്ഞാൽ എത്ര ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു സെക്കൻഡ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ടി ശശിധരൻ ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര അവരെല്ലാവരും പോയി. മനസ്സിലായി. മുഹമ്മദ് റിയാസിനെയൊക്കെ അപ്പോൾ നമുക്ക് കാണാം, MP രാജേഷ്, എന്തിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് പോയാൽ ആര് എന്നുള്ള പിന്നെ ഒരു ഓപ്ഷൻ പോലും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോഴും പറയുന്നു, വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ജി സുധാകരനും കൂടെ ഒന്ന് മടക്കി കുത്തിയൊന്ന് ഇറങ്ങിയാലുണ്ടല്ലോ, ഈ പാർട്ടി അതായി മാറാൻ അധികം താമസമൊന്നും വേണ്ടി വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് അവരെത്രത്തോളം തയ്യാറാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ ഒരു വലിയ സാധ്യത അതിനകത്ത് കിടപ്പുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ വന്നു, നമുക്കറിയാം പലപ്പോഴും പാർട്ടിയെ നേരാംവണ്ണം നയിക്കാൻ അടിത്തട്ടിൽ വേരുകളുള്ള നേതാക്കൾ ഇന്നുമുണ്ട്, ഒതുക്കപ്പെട്ട് നിൽക്കുന്നവർ. ഈ ഒതുക്കപ്പെട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ ഈ പാർട്ടിയുടെ പിടിയിൽ നിന്നും വിട്ടുമാറി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പേരുകൾക്കൊപ്പം ചേരാനുള്ള സാധ്യതയുണ്ടോ? അതോ അല്ല, എനിക്ക് തോന്നുന്നതാണ് ഈ ഒതുക്കപ്പെട്ട് നിൽക്കുന്നവർ എന്ന് അങ്ങനെ പറയാൻ ആളുകൾ ഇപ്പോൾ ഇല്ല. ഒരു പക്ഷേ ഇപ്പോൾ ഞാനൊന്നും ആ ലെവലിലുള്ള ഒരാളല്ലെങ്കിൽ പോലും ഈ ഒതുക്കപ്പെട്ടതിലുണ്ട് എന്ന് വേണമെങ്കിൽ എന്നെ പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഉമേഷ് ബാബുവിനെ വേണമെങ്കിൽ കണ്ണൂർ പറയാം. അങ്ങനെ 2-3 ആളുകൾ. ഞാൻ പറഞ്ഞത് ഈ താഴെത്തട്ടിൽ നിന്ന് റിവോൾട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഈ മുഖമില്ലാത്തവരില്ലേ, ഒരു 10-15-20% വോട്ട് ബാങ്ക്, അവരാണല്ലോ ഇപ്പോൾ ഈ മാറ്റം ഉണ്ടാക്കി. ആ വോട്ട് ബാങ്ക് ഈ 3 നേതാക്കന്മാരിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, വളരെ വളരെ വലുതാണ്. കാരണം വെച്ചാൽ ആ വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്ന് പോസിറ്റീവായിട്ട് അവരൊന്നും കാണുന്നില്ല. അവരെ ആർക്കെതിരായിട്ട് ചർച്ച ചെയ്തോ അയാളെ പ്രതിപക്ഷ നേതാവാക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയനെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ എന്താണ് യുക്തി? മറ്റാരുണ്ടെന്ന് ചോദിച്ചാൽ അസംബന്ധമല്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പം ബാലഗോപാലിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ മതിപ്പും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അയാളില്ലേ? ഞാൻ പറഞ്ഞു, അയാളെ ഒന്ന് ആക്കിയിരുന്നെങ്കിൽ ഒരു ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യില്ലായിരുന്നു. കറക്റ്റ്. പക്ഷെ അപ്പോഴും ഈ 82 വയസ്സുകാരൻ മതി, ഈ രോഗാതുരൻ മതി, ഈ വിമർശന വിധേയൻ മതി, പാർട്ടി അണികൾ റദ്ദാക്കി ഇയാൾ മതി എന്ന് നിർബന്ധം പിടിക്കുന്നതിലെ അനൗചിത്യം ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഈ 2 പേര് അല്ലെങ്കിൽ ഇവരുടെ സിൽബന്ദികൾ എന്ന പേര് ദോഷം കേട്ടിട്ടുള്ള കുറേയേറെ പേരുണ്ട്. ഈ കീഴ്ഘടകങ്ങളിലൊക്കെ തന്നെ, ജില്ലാ കമ്മിറ്റി ആണെങ്കിലും ഏരിയ കമ്മിറ്റികളാണെങ്കിൽ തന്നെയും അതിലൊക്കെ തന്നെയുണ്ട് ഇവർക്ക് വേണ്ടി ഇവരെ പോലെ പ്രവർത്തിച്ചിരുന്നവർ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പിണറായിയെ സഹിച്ചെന്നിരിക്കും, പക്ഷേ എല്ലാവരും പിണറായി ആവാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? ഈ താഴെത്തട്ടിലുള്ള പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ പിണറായിയെ പോലെ അല്ലെങ്കിൽ വളരെ അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യ രീതിയിലേക്കുള്ള പ്രവർത്തനം ശൈലിയിലേക്കൊക്കെ തന്നെ പോയതും ജനങ്ങളെ വെറുപ്പിക്കുന്നതിന് വലിയൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ മാറേണ്ടതല്ലേ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നേതൃത്വത്തിൽ മാറ്റത്തിനൊരു പ്രസക്തിയില്ല. കാരണം നേതൃത്വം എന്ന് പറഞ്ഞാൽ മുഴുവൻ പിണറായിമാരായിരുന്നു. ചെറിയ പിണറായിയും വലിയ പിണറായി ആയിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പാർട്ടി ആഫീസ് സെൻറ്ററിൽ പാർട്ടി ഓഫീസിൽ ഒരു സജീവൻ എന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി ഓഫീസ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അയാളായിരുന്നു മറ്റേ വീണ ജോർജ് എന്ന് പറഞ്ഞ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി. അവൻ നടക്കുന്ന ഇങ്ങനെ പിണറായി നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. ഇങ്ങനെ തോള് ചെരിഞ്ഞാണ് നടക്കുന്നത്. ഇങ്ങനെ ഉള്ള
നൂറുകണക്കിന് പിണറായിമാരാണ് ഇതിൻ്റെ നേതൃത്വത്തിലുള്ളത്. ഞാൻ ഒരു ചെറിയ രസകരമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. പച്ച കള്ളം പറയുന്നവരാണ്, അല്ലെങ്കിൽ തനി ക്രാസ് ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപങ്ങളാണ് ഇപ്പോഴത്തെ നേതൃത്വം. ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 ദിവസം ഒരു തർക്കം വന്നു. എന്താ, വി ജോയ് എന്ന് പറഞ്ഞൊരുത്തനെ ജില്ലാ സെക്രട്ടറി ആകണം. വന്നൊരു തർക്കം വന്നവനെ ഇപ്പോൾ അയാളിപ്പോൾ ജില്ലാ സെക്രട്ടറി ആയി. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി അയാൾ പോയി, ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, അയാൾ തിരിച്ചു വന്നു, ജില്ലാ സെക്രട്ടറി ആയി. MLA ആയ സമയത്തും അയാൾ ജില്ലാ സെക്രട്ടറി ആയി തുടർന്നു. MLA ആയിട്ട് ജില്ലാ സെക്രട്ടറി ആയി തുടരുമ്പോൾ ഇത്തവണ മത്സരിക്കാൻ പോയി, അയാൾ ജയിച്ചു, അയാൾ വീണ്ടും ജില്ലാ സെക്രട്ടറി ആകുകയാണ്. അതിലെന്ത് യുക്തിയാണുള്ളത്? കാരണം 10-29 MLA മാർ മാത്രമേ ഉള്ളൂ. അപ്പം എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് ആകെ ഒരാളെ മറ്റേ ജയിച്ചിട്ടുള്ളൂ. അയാൾ പാർലമെൻറ്റ് രംഗത്ത് പോയി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് പകരം അയാളെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് നേതാക്കന്മാരില്ല എന്നിട്ടാണോ? ഞാൻ പറഞ്ഞു വന്നത്, ഉടനെ വാർത്ത വന്നു, ശിവൻകുട്ടിക്ക് അതൃപ്തി. ശിവൻകുട്ടി ജില്ലാ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് വാർത്ത വരുന്നു. ഈ വാർത്ത എവിടെ നിന്നാണ് വരുന്നത്? ഇത് ശിവൻകുട്ടിയുടെ തന്നെയാണല്ലോ വരുന്നത്, അല്ലാതെ എങ്ങനെ പുറത്തേക്ക് വരുന്നത്? ആ വാർത്ത 2 ദിവസം ഓടുന്നു. 2 ദിവസം ഓടിക്കഴിയുമ്പോൾ ശിവൻകുട്ടി വന്നിട്ട് പറയുന്നു, എനിക്കൊരു എതിർപ്പുമില്ല, ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു പാർട്ടിയാണ്, ഇത് വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്, ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാമെന്ന് പറഞ്ഞ് പച്ചക്കള്ളം, നട്ടാൽ കുരുക്കാത്ത നോണ, ഹിപ്പോക്രസി ആയാലും എന്ന് പറയുന്നു. അയാൾ തന്നെ അയാളുടെ അതൃപ്തിയെ സംബന്ധിച്ച് വാർത്ത പുറത്തു കൊടുക്കുന്നു, എന്നാൽ അയാൾ തന്നെ അതിനെ തള്ളിപ്പറയുന്നു. ഇതാണ് ഈ നേതാക്കന്മാരുടെ ഒരു ക്യാരക്ടർ. അവർ ഹിപ്പോക്രാറ്റ്സ് ആണ്. അവർക്ക് പച്ച കള്ളം പറയാനൊരു മടിയില്ല. അവർ എന്താണോ പുറമേ കാണിക്കുന്നത് അതല്ല ഉള്ളിൽ കാണിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതിന് നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ നിലനിൽപ്പ് സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ 3 പേര് അപ്പുറത്തുള്ളത് കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ അവർ ഇറങ്ങിയാൽ ഇതിന് ഒരു ബദൽ കേരളത്തിൽ വളർത്തിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കേരളത്തിൽ CPM-ൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം അപ്പാടെ മാറേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റെങ്കിലും കുറഞ്ഞപക്ഷം പിരിച്ചുവിട്ട് പുതിയ കമ്മിറ്റി രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി വലിയ തകർച്ചയിലേക്കായിരിക്കും പോയിക്കൊണ്ട് ഇരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മറ്റൊരു വളരെ വാലിഡായിട്ടുള്ള പോയിന്റ്, TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ, ഈ 3 നേതാക്കൾ മുണ്ട് മടക്കി കുത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടി അണികൾ അവർക്കൊപ്പം നിന്ന് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് ചേരി കേരളത്തിൽ ഉയർന്നു വരും. അത് വളരെ കരുത്തോടെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അതൊക്കെ തന്നെ കാലം തെളിയിക്കേണ്ട കാര്യമാണ്. എങ്കിലും ഇടതുപക്ഷം വലിയ തിരുത്തലിന് വിധേയമാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ നേതൃത്വം വലിയ രീതിയിൽ കളങ്കമായി മുന്നിൽ നിൽക്കുമ്പോൾ അവരെ മാറ്റാതെ മുന്നോട്ട് പോയാൽ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്, കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് നൽകുന്നത്? പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് അണികൾ അവരുടെ പാർട്ടി നേതാക്കളിലുള്ള അതൃപ്തി പ്രകടമാക്കിക്കൊണ്ട് വലിയ തിരുത്തലിന് മുൻകൈയെടുത്ത ഈ സാഹചര്യത്തിൽ അത് വളരെ വലിയ ഒരു വിഷയം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണമായ കമ്മ്യൂണിസ്റ്റ് വെല്ലുവിളിയാണിത് എന്നുകൂടി നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.